റിപ്പോർട്ടർ ഇംപാക്ട് വർക്കല ട്രെയിൻ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശിനി ശ്രീകുട്ടിക്ക് ആശ്വാസം. സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്ന ശ്രീകുട്ടിയുടെ ചികിത്സ ഔഷധി ഏറ്റെടുക്കും. സൗജന്യ ചികിത്സ നൽകുമെന്ന് ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് പറഞ്ഞു. തൃശൂരിലെ പഞ്ചകർമ്മ ആശുപത്രിയിൽ ചികിത്സ നൽകാൻ സന്നദ്ധമാണ് എന്നും ശോഭന ജോർജ് അറിയിച്ചു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ശ്രീകുട്ടിയുടെ ചികിത്സ ഔഷധി ഏറ്റെടുക്കുന്നത്. അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV-യിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശ്രീകുട്ടിയുടെ അവസ്ഥ. അപ്പോൾ ഏതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലാണ്, ഒരുപാട് പണം കൊടുക്കാനായിട്ടുണ്ട് എന്നെല്ലാം പറയുന്നു. തീർച്ചയായിട്ടും ഔഷധി ശ്രീകുട്ടിയെ ഏറ്റെടുത്ത് സൗജന്യമായ വിദഗ്ധ ആയുർവേദ ചികിത്സ നൽകുന്നതിന് അത് ഞങ്ങളുടെ കടമയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീകുട്ടിയെ ഏറ്റെടുക്കാനായിട്ട് ഔഷധി തയ്യാറാണ് എന്നുള്ള കാര്യം റിപ്പോർട്ടർ TV-യോട് പറയുകയാണ്. റോഷിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാൽ, 42 മിനിറ്റുകൾക്ക് മുൻപ് മാത്രം ആരും സഹായിക്കാനില്ല, ഇതുവരെയും സഹായിച്ചിട്ടില്ല എന്ന് ശ്രീകുട്ടി നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്, പ്രേക്ഷകർ കേൾക്കുകയാണ് നമ്മളിലൂടെ. അതിനുശേഷം ഒരു മാറ്റം ഉണ്ടാവുകയാണ്, ഒരു ജീവിതത്തിൽ ഒരു ആശ്വാസം ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് വാർത്തയുടെ ഇടപെടലൊക്കെ യാഥാർത്ഥ്യമാകുന്നത്. മധു, അങ്ങനെയാണ് നമ്മൾ കണ്ടതാണ്. ക്രൂരമായ ആക്രമണം ട്രെയിനിൽ നേരിട്ട പെൺകുട്ടിയാണ്. ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണു. പക്ഷേ ജീവൻ നിലനിർത്താൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചികിത്സ കഴിഞ്ഞു, പക്ഷേ തുടർ ചികിത്സയ്ക്ക് പോലും പണമില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് റെയിൽവേ സ്വാഭാവികമായും ചികിത്സ നൽകേണ്ടതാണ്. മാത്രവുമല്ല, ആ കുട്ടിയുടെ പഴയ ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം കൂടി റെയിൽവേക്കുണ്ട്. പക്ഷേ റെയിൽവേയുടെ ഭാഗത്തും സഹായം ഉണ്ടായിട്ടില്ല. അന്ന് പ്രഖ്യാപനം ചികിത്സ എല്ലാം ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും തുടർ ചികിത്സയുടെ സഹായം ലഭിച്ചിട്ടില്ല എന്നത് പ്രധാനമാണ്. ചികിത്സ വഴിമുട്ടുന്ന സാഹചര്യത്തിലാണ് പെൺകുട്ടി ഇങ്ങനെ ഒരു പ്രതികരണവുമായി രംഗത്ത് വരേണ്ടി വന്നത്. അവിടെയാണ് ഇപ്പോൾ ഔഷധിയുടെ ഇടപെടൽ. ഔഷധിയുടെ ചെയർപേഴ്സൺ ശോഭന ജോർജ് ആ വിഷയത്തിൽ ഇടപെട്ട് പൂർണ്ണമായും തുടർ ചികിത്സകൾ ഏറ്റെടുക്കും. ആ പെൺകുട്ടി ഏറ്റെടുത്ത തുടർ ചികിത്സകൾ സൗജന്യമായി തൃശ്ശൂരിലെ അവിടെ ആശുപത്രിയിൽ നൽകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പഞ്ചകർമ്മ ആശുപത്രിയിൽ എല്ലാ ചികിത്സകളും വിദഗ്ധ ചികിത്സകളും നൽകുമെന്ന വാഗ്ദാനമാണ്. ആ പെൺകുട്ടിയെ ഉടൻ തന്നെ ഇപ്പോൾ ബന്ധപ്പെടും. അതിനുശേഷം തുടർ ചികിത്സകൾ എന്ത് വേണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നുകൂടി ശോഭന ജോർജ് പറയുന്നുണ്ട്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ശ്രീകുട്ടിയെ കാണുകയായിരുന്നു. എത്രത്തോളം ഉല്ലാസവതിയായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ക്രൂരമായ ആക്രമണത്തിന് ശേഷം ഈ നിലയ്ക്ക് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് എന്നത് പ്രധാനമാണ്. അതിൽ തുടർ ചികിത്സ കൂടുതൽ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നു എന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു വലിയ ആശ്വാസമായ ഔഷധിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത്.